തൃശൂരിൽ പത്മജ വേണുഗോപാൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടെ ബി.ജെ.പി പ്രവർത്തകർ പത്മജയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ സജീവമായി. എന്നാൽ ബി.ജെ.പി മുൻ ജില്ലാ പ്രസിഡന്റും തൃശൂർ സ്വദേശിയുമായ ശ്രീശൻ അടിയാട്ട് തൃശൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പത്മജ വേണുഗോപാലിന് വൻ തിരിച്ചടിയാകും. തൃശൂരിൽ ബി.ജെ.പിയെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ആളാണ് ശ്രീശൻ അടിയാട്ട്. തൃശൂരിന്റെ മുക്കും മൂലയും അറിയാവുന്ന ശ്രീശൻ അടിയാട്ട് എല്ലാ വിഭാഗം ജനങ്ങളുമായും നല്ല ബന്ധം വെച്ചു പുലർത്തുന്നയാളാണ്. കഴിഞ്ഞ ദിവസം ശ്രീശൻ അടിയാട്ടിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തൃശൂർ ടൗൺ ഹാളിൽ വെച്ച് നടന്നു. ഇന്നലെ ബി.ജെ.പിയിലേക്ക് കയറി വന്ന ചിലർക്ക് മത്സരിക്കാൻ അവസരം നൽകുന്നതിനെതിരെ പ്രവർത്തകരിൽ വിമർശനം ഉയർന്നിരുന്നു. പാർട്ടിക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഉഴിഞ്ഞുവെച്ചവരെ ഒഴിവാക്കിയെന്നാണ് ആക്ഷേപം. നേരത്തെ തൃശൂരിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച പത്മജ വേണുഗോപാൽ പാർട്ടിക്കുള്ളിലെ ചിലരുടെ അടിവലി മൂലം പരാജയപ്പെട്ടിരുന്നു. ഇക്കുറിയും പത്മജ വേണുഗോപാലിന് ജയിച്ചു കയറണമെങ്കിൽ ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരെന്ന് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും LDFന്റെ സ്ഥാനാർത്ഥി കവി ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുവോ? ഫുല്ലിരുട്ടാ. ദാ ഇപ്പം ഇടാം. വയ്യ, സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.